ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വഴുതന കൊണ്ട് ഒരു അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 2 വഴുതന എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിലിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത വഴുതനങ്ങ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചെറിയ നിറമാറ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാതാക്കാനും ചില ഇനം വഴുതനങ്ങയിൽ ചെറിയ കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതാവാനും ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ നല്ലതാണ്. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ നോക്കാം. 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 7-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒരു 3 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 6-7 കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇളക്കി മിക്സ് ആക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. വഴുതനയും മസാലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റോളം വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇതിനുള്ളിലെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം നല്ല ഡ്രൈ ആയി വഴുതന നല്ല സോഫ്റ്റായി വരുമ്പോഴേക്കും മാറ്റി വെക്കാം. നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.